പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അതിവേഗ ഇതിന് നമ്മളെതിരല്ല. നമ്മളിതിനെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തമായിരുന്നു അത് നടപ്പാക്കിയിരുന്നെങ്കിൽ സിൽവർ ലൈൻ. കാരണം 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലെ എംബാങ്ക്മെൻ്റ് ആയിരുന്നു. കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോപ്പാണ് കേരളം അല്ലേ. അവിടെ നിന്ന് നദികൾ ഒഴുകി താഴേക്ക് വന്ന് കടലിൽ പതിക്കുന്ന ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. അതിനിടയിൽ 30 അടി ഉയരത്തിൽ 300 കിലോമീറ്റർ ദൂരം എംബാങ്ക്മെൻറ്റ് പണിയുക എന്ന് പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നില്ല. അത് എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ഉണ്ടാവുമായിരുന്നു, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാവുമായിരുന്നു ഇല്ലേ. പിന്നെ 200 കിലോമീറ്റർ ദൂരം 10 അടി ഉയരത്തിൽ മതിലായിരുന്നു. ഇപ്പോൾ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ മാത്രമല്ല ബോട്ട് കൂടി ഓടിക്കായിരുന്നു. ആ സ്ഥിതിയാണ്. അത് നമ്മൾ വളരെ നന്നായി UDFൻ്റെ ഒരു സബ് കമ്മിറ്റി പഠിച്ച് UDFൽ കൊണ്ടുവന്നപ്പോൾ എന്നിട്ട് ഞാൻ രണ്ടാമത് അത് കൊടുത്തു വിട്ട് എല്ലാ പാർട്ടികളും ഒന്നും കൂടി സ്റ്റഡി ചെയ്ത് വരാൻ. അങ്ങനെ ഞങ്ങൾ എക്സ്പേർട്സുകളുമായി സംസാരിച്ച് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി. റെയിൽവേ എക്സ്പേർട്സ്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, എൻവയൺമെൻറ്റ് എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് നടപ്പാക്കരുത്. അതുകൊണ്ടാണ് പിന്നെ ഗവൺമെൻറ് അത് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ശിക്ഷ പോലെ സമരം ചെയ്തതിനുള്ള പാവങ്ങൾക്കുള്ള ശിക്ഷ പോലെ ആ നോട്ടിഫിക്കേഷൻ വേണ്ടാന്ന് പദ്ധതി ഉപേക്ഷിച്ചു. ഒറ്റ ഓർഡർ ഇറങ്ങിയാൽ മതി ഡീനോട്ടിഫൈ ചെയ്യാൻ. അവർക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ വീട്ടിലൊരു ആവശ്യത്തിനും ഭൂമി പണയം പോലും വയ്ക്കാൻ പറ്റാത്ത പാവങ്ങളാണ്. കരച്ചിലാണ് എപ്പോഴും, സങ്കടങ്ങൾ. അപ്പോൾ ഞങ്ങൾ പുതുയുഗ യാത്രയുമായി പോയ സമയത്ത് അവരുമായിട്ട് ഞങ്ങൾ ഇൻട്രാക്ഷൻ നടത്തിയിരുന്നു. അത് പോയ ജില്ലകളിലെല്ലാം അവർ പരാതി പറഞ്ഞിരുന്നു. അത്തരം പരാതികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റാവുന്ന പരാതികളാണ്. അതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വേഗത അക്കാര്യത്തിലുണ്ട്.